വാചാലത കൊണ്ട് സമ്പന്നനായ കൊല്ലം എംപിയുടെ പ്രധാന വികസന വാഗ്ദാനം റെയിൽവേയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ പുനലൂർ റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടും. പുനലൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത ഭാരതം പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും പിലിഗ്രിം സ്റ്റേഷനാക്കുമെന്നും എംപി പ്രഖ്യാപിച്ചിരുന്നു. പ്രഖ്യാപനം, പത്രവാർത്ത, ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന എംപിയുടെ പതിവ് ഇക്കാര്യത്തിലും ആവർത്തിച്ചു. എന്നാൽ കൊല്ലത്ത് നിന്ന് പുനലൂരിലേക്കും തിരിച്ചും ആവശ്യാനുസരണം ട്രെയിനുകൾ പോലുമില്ലാതെ യാത്രക്കാർ വലയുകയാണ്. ആവശ്യത്തിന് ട്രെയിൻ ഇല്ല ഇവിടെ കേട്ടോ, ആവശ്യത്തിന് ട്രെയിൻ ഇല്ല. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. മാത്രം ഒരുപാട് ട്രെയിൻ ഡിലേ ആക്കുക. മറ്റുള്ള ട്രെയിനിന് വേണ്ടി കാത്തു നിന്നേ ഒരു പാളോലുള്ളൂ പലയിടത്തും. ഒരുപാട് സമയം എടുക്കുന്നുണ്ട് യാത്രയ്ക്ക്. ട്രെയിൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് മാറുമായിരുന്നു. അത്യാവശ്യം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാനും പറ്റുമായിരുന്നു. ദിവസേന യാത്ര ചെയ്യേണ്ടവർക്ക് സൗകര്യപ്രദമായ സമയത്ത് ട്രെയിൻ സർവീസുകൾ ഇല്ല എന്നുള്ളതും പ്രശ്നമാണ്. പുനലൂരിൽ നിന്ന് സ്ഥിരമായി കൊല്ലത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുനലൂരിൽ നിന്ന് ഇപ്പോൾ കൊല്ലത്തേക്കുള്ള ട്രെയിൻ സർവീസുകളൊക്കെ വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ രാവിലെ 2 സർവീസ് കഴിഞ്ഞാൽ പിന്നീട് വൈകുന്നേരത്ത് 3:30 മാത്രമാണ് പിന്നെ കൊല്ലത്തേക്ക് ഒരു സർവീസ് ഉള്ളത്. നേരത്തെ 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക് പുനലൂരിൽ നിന്നുള്ള ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായിട്ടുണ്ടായിരുന്നൊരു പാസഞ്ചർ ട്രെയിൻ നിർത്തലാക്കിയിട്ടുണ്ട്. പുനലൂരുള്ളവർക്ക് കൊല്ലത്തേക്ക് പോകാനായിട്ടുള്ളൊരു സൗകര്യം, യാത്രാ സൗകര്യം വളരെ കുറവാണ്. കൂടുതൽ ട്രെയിനുകൾ മെമു ട്രെയിനുകളോ അല്ലെങ്കിൽ അതുപോലുള്ള പാസഞ്ചർ ട്രെയിനുകളോ കൊല്ലം പുനലൂർ റൂട്ടിൽ അനുവദിച്ച് യാത്രാ സൗകര്യം കൂട്ടണമെന്നാണ് അഭിപ്രായമുള്ളത്. ഏറ്റവും അത്യാവശ്യമായിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കുണ്ടായിരുന്ന ആ ട്രെയിനെങ്കിലും പുനഃസ്ഥാപിക്കണമെന്നാണ് നമ്മൾ അഭിപ്രായപ്പെടുത്തുന്നത്. ഇപ്പം നമ്മുടെ റെയിൽവേയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പുനലൂർ കൊല്ലം റെയിൽ ലൈൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലം തൊട്ടേ ഉള്ളൊരു റെയിൽ ലൈനാണ്. പക്ഷേ ഇപ്പം ഈ പുനലൂർ കൊല്ലം റെയിൽ നേരിടുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് സർവീസുകളില്ല. ഇപ്പം നമുക്ക് കൊല്ലത്തേക്ക് പോകാനാണെങ്കിൽ തന്നെ മുൻപുണ്ടായിരുന്ന പല ട്രെയിനുകളും ഇപ്പോൾ വെട്ടി കുറച്ചിട്ടുണ്ട്. പുതിയ ട്രെയിനുകൾ അനുവദിച്ചിട്ടില്ല. ആവശ്യത്തിന് സ്റ്റോപ്പുകളില്ല. റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ അവസ്ഥ പരിതാപകരമാണ്. അപ്പം നമുക്ക് കൂടുതൽ ഇതിനകത്ത് എന്തെങ്കിലും ഇടപെടൽ നടത്തേണ്ടത് മെമ്പർ ഓഫ് പാർലമെൻറ്റാണ്. പക്ഷേ അത്തരത്തിലൊരു ഇടപെടലൊന്നും വേണ്ട വിധം കാര്യക്ഷമമായിട്ട് ഉണ്ടാവുന്നില്ല. പിന്നെ നമുക്ക് റോഡ് മാർഗ്ഗം ഇപ്പം പുനലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു കുണ്ടറയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുണ്ടറയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ്. ട്രെയിൻ പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് എത്താൻ പറ്റും. പക്ഷേ വേണ്ടത്ര ഈ സർവീസുകൾ കൃത്യമായിട്ടുള്ള സമയത്തൊന്നും ഇല്ല. അതിലൊരു ഇടപെടൽ നടത്തേണ്ട ഒരു വിഷയമാണ്. പക്ഷേ അതിൽ കാര്യക്ഷമമായിട്ട് ഇടപെടൽ നടത്തപ്പെടുന്നില്ല. പുനലൂർ കൊല്ലം ഈ റെയിൽപാതയിൽ പുതിയ ട്രെയിൻ കൊണ്ടുവരാനോ അതിന് വേണ്ട വിധം ഇടപെടാനോ കൊല്ലം എം പി എന്നുള്ള രീതിയിൽ പ്രേമേന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലൊന്നും നടക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൊല്ലത്തിന്റെ മലയോര മേഖലയിലുള്ള ജനങ്ങളും ആശ്രയിക്കുന്ന പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയില്ല. പാർക്കിങ്ങിന് പോലും സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഞങ്ങളിത് തൃശ്ശൂർ ഗുരുവായൂർ നാളെ അമ്പലത്തിലേക്ക് പോവുക. അപ്പോൾ ഞങ്ങൾ കാറിലാണ് വന്നത്. അപ്പോൾ ഈ കാർ വന്നത് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. ഞാൻ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ടു. അപ്പോൾ പറഞ്ഞു ഇവിടെ നമുക്ക് അതില്ല. റെയിൽവേ പോലീസിനെ കണ്ടു, അവർക്കും ഇല്ല. നമ്മൾ പിന്നെ എവിടെ കൊണ്ടിടും ഈ വണ്ടി? ഇവിടെ കൊണ്ട് ഈ വണ്ടി ഇടും. പിന്നെ അതല്ല, നമ്മൾ ഈ വണ്ടി കൊണ്ട് വരുമ്പോഴേ നമ്മൾ പിന്നെ ഇവിടുന്ന് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. നമുക്ക് വണ്ടിയുടെ സംഭവമില്ല. അപ്പോൾ ഈ റെയിൽവേ പോലീസ് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തം കിട്ടും. റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ പോയി കണ്ടു. ഞാൻ ഇപ്പം കൊണ്ട് സംസാരിച്ച് വന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങളുടെ റിസ്ക് കിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു സമുദായം ഇല്ല. പിന്നെ എന്ത് റെയിൽവേ സ്റ്റേഷൻ ഇത്? അല്ല, നമുക്കൊരു ഇത് വേണ്ടേ? നമ്മളിവിടെ ഒരു വണ്ടിയായിട്ട് വന്ന് നമ്മളൊരു ആവശ്യത്തിന് പോകുന്നത് ഞങ്ങൾ നാളെ വൈകുന്നേരം വരത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇത്രയും വണ്ടി കിടക്കുന്നു. ഇപ്പോൾ ഒരു സംവിധാനമില്ല. ഇതെന്തോ ഇത്? പൈസ നമ്മൾ കൊടുക്കാം, അതിൻ്റെ യൂസർ ഫീയോ കാര്യങ്ങളോ എന്താ നമ്മൾ കൊടുക്കാനും കാര്യമില്ല. പക്ഷേ അവർ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ സ്വന്തം റിസ്കി. ഇപ്പം ഞാനിപ്പോൾ സ്വന്തം റിസ്ക് എടുത്ത് ഈ വണ്ടിയുടെ വണ്ടി എടുത്തിട്ട് എന്ത് ഇയാൾക്ക് ഈ വണ്ടി എടുത്തിട്ട് പോകട്ടെ? ഇതേ സംഭവം. നമ്മളിപ്പോൾ വണ്ടി ഇവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോയി. ഇവിടെ രാവിലെ തന്നെ പാർക്കിംഗ് സ്ഥലത്ത് കൊണ്ട് തിരുവനന്തപുരം കൊല്ലം പോകുന്ന ജോലിക്കാർ വാഹനങ്ങൾ അനധികൃതമായിട്ട് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോവുകയാണ്. പാസഞ്ചേഴ്സ് അത്യാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നിർത്താനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല. ഇതിനൊരു പരിഹാരം അത്യാവശ്യമായിട്ടും കാണേണ്ടതാണ്. കൊല്ലത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന സ്റ്റേഷനായ പുനലൂരിന് ഒരു ശരാശരി റെയിൽവേ സ്റ്റേഷന്റെ സൗകര്യങ്ങളെ ഇപ്പോഴും അവകാശപ്പെടാനുള്ളൂ. 10 വർഷക്കാലം ഒരേ ഒരാൾ എം പി ആയിരുന്നിട്ടും റെയിൽവേ യാത്രക്കാരെ പച്ചയായി അവഗണിച്ചതിന്റെ തെളിവാണ് പുനലൂർ റെയിൽവേ സ്റ്റേഷൻ. എന്നിട്ടും വാഗ്ദാനങ്ങളിൽ അഭിരമിക്കുകയാണ് പാർലമെന്റിലെ കൊല്ലം ജനപ്രതിനിധി